മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ കോടതി വിധി ഇന്ന്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. നിലവിൽ MLA-ആയ ആന്റണി രാജുവിന് കോടതി വിധി എതിരായാൽ കനത്ത തിരിച്ചടിയാകും. 1990 ഏപ്രിൽ 4-ന് 60 ഗ്രാം ഹാഷിഷുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ സർവലിയെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് കേസ്. വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായ ആന്റണി രാജു തന്റെ സീനിയറായ അഡ്വക്കേറ്റ് സെലിൻ വിൽഫ്രഡുമായി ചേർന്നാണ് ആൻഡ്രൂവിന്റെ വക്കാലത്ത് ഏറ്റെടുത്തത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി പ്രതിയെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ആൻഡ്രൂ അനുകൂല വിധി നേടി. തൊണ്ടിമുതലായ അടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചാണ് ആൻഡ്രൂവിനെ കോടതി വിട്ടയച്ചത്. പിന്നീട് ഓസ്ട്രേലിയയിൽ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയവേ സഹതടവുകാരനോട് തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി രക്ഷപ്പെടുത്തിയ വിവരം ആൻഡ്രൂ വെളിപ്പെടുത്തി. സഹതടവുകാരൻ ഓസ്ട്രേലിയയിലെ പോലീസിനോട് ഇക്കാര്യം പറഞ്ഞു. തുടർന്ന് ഇന്റർപോളാണ് CBIക്ക് വിവരം കൈമാറിയത്. CBI കേരള പോലീസിനെ ഇക്കാര്യം അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CI KK ജയമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തൊണ്ടിമുതൽ കേസിൽ അന്വേഷണം നടത്തിയത്. തൊണ്ടിമുതൽ ആന്റണി രാജുവിന് കൊടുത്തുവിട്ട ക്ലർക്ക് ജോസാണ് 1-ാം പ്രതി. ആന്റണി രാജു 2-ാം പ്രതിയാണ്. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമത്വം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ആന്റണി രാജുവിന് വൻ തിരിച്ചടിയാകും. 2 വർഷത്തിലധികം ശിക്ഷ ലഭിച്ചാൽ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടാം. 10 മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.